ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കാസർഗോഡ് മംഗളൂരു ഭാഗത്ത് അമ്പലങ്ങളിൽ സദ്യക്ക് വിളമ്പുന്ന ഒരു രസമാണ്. ഇച്ചിരി പുളിയും മധുരവും എരിവും ഒക്കെ ആയിട്ട് ഉള്ള ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി, ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. മല്ലിയില നമുക്ക് ഏറ്റവും അവസാനം ചേർക്കാനുള്ളതാണ്. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂണോളം നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ പുളിയാണ് എടുത്തിട്ടുള്ളത്, വാളംപുളി. വെള്ളം ചേർത്ത് ഇച്ചിരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വേവാനുള്ള വെള്ളം മാത്രം മതി. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 4-5 വിസിൽ അടിക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചു. ഇനി തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയുടെ കൂടെ ഞാനൊരു പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പിന്നീട് പരിപ്പിൻ്റെ കൂടെയും അല്ലാതെയും നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം തക്കാളി വേവാനുള്ള വെള്ളം മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വാളംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊന്ന് റെഡിയാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ശർക്കരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്നിട്ട് നല്ലോണം ഒന്ന് തിളക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും നല്ലോണം വെന്ത് കിട്ടും. ഇനി നമ്മൾക്ക് നമ്മുടെ രസത്തിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിതിൽ മുളകിട്ട് കൊടുക്കാം. മുളക് നല്ലോണം ഒന്ന് മൂത്ത് വരണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, പുകയൊക്കെ വരാൻ തുടങ്ങി. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾക്ക് ഇതിനെ ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ മല്ലി ഇടുന്നുണ്ട്. അപ്പം മല്ലി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, പിന്നെ ജീരകം, അതുപോലെ തന്നെ കായം ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന മസാല ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് കോഴ്സായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ മിക്സി ജാർ യൂസ് ചെയ്യാത്തത്. ആദ്യം തന്നെ മുളക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി, ഉലുവ, ജീരകം, പിന്നെ കായം ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് കോഴ്സായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ മതിയാവും. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് കോഴ്സായിട്ടാണ് നമ്മൾ
പൊടിച്ചെടുക്കേണ്ടത്. തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അത് ചതച്ചിട്ട് വേണം ഇടാൻ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചതച്ച ഇഞ്ചിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലയും ഇഞ്ചിയും പരിപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും ഇത് നല്ലോണം ഒന്ന് തിളക്കണം. എന്നാലേ നമ്മുടെ മസാലയുടെ ഫ്ലേവറും ചതച്ച ഇഞ്ചിയുടെ ഫ്ലേവറും ഒക്കെ രസത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഇടുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് കടുക് താളിച്ചിടാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കടുക്, കരിവേപ്പില, വറ്റൽമുളക്. അപ്പോൾ നമ്മളുടെ ടെമ്പിൾ സ്റ്റൈൽ രസം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. താങ്ക് യു.